ഞങ്ങൾ ഭൂമി പൂജ നടത്തുമ്പോൾ അതിൽ പങ്കെടുക്കാൻ അർഹതയുള്ളവരെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. അവര് കൃത്യസമയത്ത് തന്നെ എത്തുകയും ചെയ്യും. ഏതൊക്കെ അതിഥികള് നിങ്ങളുടെ ഭൂമി പൂജയ്ക്ക് എത്തിയാലും ആ ചടങ്ങ് അവിടെ നടന്നല്ലേ പറ്റൂ. അതിനുള്ള യോഗം നിനക്കും ഗൗതമനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കൂട്ടുകാരി. 200 കോടി രൂപയുടെ വലിയ പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്ന ആ മണ്ണില് നാളെ നിന്റെ കണ്ണുനീര് വീഴുന്ന ദിവസമാണ് നിധി. ഇതൊരു മുന്നറിയിപ്പാണെന്നൊന്നും നീ കരുതണ്ട. നിനക്ക് തടയാനോ ആവില്ല. സംഭവിക്കാനുള്ളത് നാളെ അവിടെ സംഭവിച്ചിരിക്കും. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാടി നീ പറയുന്നത്? വെറുതെ രാത്രിയിൽ വിളിച്ച് വീരവാദം മുഴക്കാതെ നീ പോയി കിടന്നുറങ്ങാൻ നോക്ക്. അല്ല, ഞങ്ങൾ രക്ഷപ്പെടുന്നു എന്നറിയുമ്പോ നിനക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. വല്ല ഉറക്ക ഗുളികയുണ്ടെങ്കിൽ എടുത്ത് കഴിച്ചു നോക്ക്. ചിലപ്പോ ഉറങ്ങിയേക്കും. വെറുതെ വെല്ലുവിളിക്കാൻ ഇറങ്ങിയേക്കുന്നു. നിനക്കൊരിക്കലും ഗൗതമിന്റെ ഈ യാത്ര തടുക്കാനാവില്ല ശിവാനി. അതിനുള്ള കാലിബർ ഒന്നും നിനക്കില്ല എന്റെ കൂട്ടുകാരി. എന്നെ കൊണ്ട് ചിലപ്പോ ഇത്രയും വലിയൊരു പ്രോജക്റ്റിന് തടയിടാനാവില്ലായിരിക്കും. പക്ഷേ നിന്റെ ഗൗതം തന്നെ വളർത്തിയെടുത്തൊരു ശത്രു ഉണ്ടല്ലോ, സാക്ഷാൽ ശ്രീമാൻ CK ചന്ദ്രബോസ്. അയാൾ അടങ്ങിയിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? CKC അങ്കിളിന്റെ ആളുകൾ കറക്റ്റായിട്ട് അവിടെ എത്തും. നിന്റെയൊക്കെ ആ ഭൂമി പൂജ തടയുകയും ചെയ്യും. നീയും അവനും കൂടെ നാളെ ആ മണ്ണിലിരുന്ന് കരയും. നോക്കിക്കോ. ആ, ഇനി നീ ചെല്ല്. ഉറക്ക ഗുളിക വല്ലതും ഉണ്ടെങ്കിൽ എടുത്ത് കഴിച്ചിട്ട് കിടക്ക്. ആ, അല്ലെങ്കിൽ നിനക്ക് ഉറങ്ങാൻ പറ്റൂല. ഗുഡ് നൈറ്റ്. അപ്പൊ CKCയും ശിവാനിയും ചേർന്ന് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായിരിക്കും അത്?